മുഖ്യമന്ത്രി പ്രസംഗിക്കവേ മൈക്ക് ഒടിഞ്ഞു വീണു. കോട്ടയം തലയോലപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് സംഭവം. 5 മിനിറ്റോളം മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടു. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. മൈക്ക് തകരാറിലായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി മൈക്കിൽ പിടിക്കുകയും തുടർന്ന് മൈക്ക് തകർന്നു വീഴുകയും ചെയ്തു, ഒടിഞ്ഞു വീഴുകയും ചെയ്തത്. ഉടനെ തന്നെ പ്രസംഗം നിർത്തി. ഏതാണ്ട് ഈ മൈക്ക് ശരിയാക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 5 മിനിറ്റോളം സമയമെടുത്തു. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം 5 മിനിറ്റോളം തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ തലയോലപ്പറമ്പിൽ നടന്ന തോമസ് ചാഴിക്കാടൻ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുപരിപാടിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പക്ഷേ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് പോലെ മുഖ്യമന്ത്രി ക്ഷുഭിതനാവുകയോ മറ്റൊന്നും ചെയ്തില്ല. പക്ഷേ പ്രസംഗം ഏതാണ്ട് 5 മിനിറ്റോളം തടസ്സപ്പെട്ടതിന് ശേഷം വീണ്ടും അത് ബന്ധപ്പെട്ടവരെത്തി മൈക്ക് തകരാറ് പരിഹരിച്ചതിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ പ്രസംഗം പുനരാരംഭിച്ചത്. ഇതിനു മുമ്പ് പലപ്പോഴും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ മൈക്ക് തകരാറാവുകയോ അല്ലെങ്കിൽ മറ്റത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ തവണ പുതുപ്പള്ളി ഇലക്ഷൻ സമയത്തും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ മൈക്കിൽ ഇത്തരത്തിൽ തകരാറിലുണ്ടായതിനെ തുടർന്ന് പക്ഷേ ക്ഷുഭിതനാവാതെ തന്നെ കാത്തിരിക്കുകയായിരുന്നു ചെയ്തത്. ഇത്തവണയും അത്തരത്തിൽ തന്നെ മുഖ്യമന്ത്രി മൈക്ക് സ്വയം ശരിയാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മൈക്ക് ഒടിഞ്ഞു വീണത്. പിന്നീട് അത് തകരാറ് പരിഹരിച്ച് പ്രസംഗം തുടരുകയായിരുന്നു. മിഥുൻ, നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിൽ പൊതുവേദിയിൽ മൈക്കിന് തകരാറ് വരുമ്പോൾ വളരെ ക്ഷുഭിതനാകുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ അത്തരത്തിൽ ഉണ്ടായില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഈ കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി ട്രോളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ ഈ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികാര നടപടികളിലേക്ക് നീങ്ങിയ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതൊരു ട്രോൾ മെറ്റീരിയലായി മാറുകയും ചെയ്യുന്നത്. ഇതിനു മുമ്പ് പലപ്പോഴും പ്രമുഖരായിട്ടുള്ള പലരും, പ്രധാനമന്ത്രിയാകട്ടെ മറ്റും മുതിർന്ന കലാകാരന്മാരാകട്ടെ, ഇത്തരത്തിൽ വേദികളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈക്കിന് തകരാർ സംഭവിക്കുന്നത് സ്വാഭാവികമായിരുന്നു. പക്ഷെ അതിനെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നനുസരിച്ചായിരിക്കും ഇതിന്റെ ഒരു ട്രോൾ മെറ്റീരിയൽ ആകുന്നത്. അത്തരത്തിൽ മുഖ്യമന്ത്രി ഇതിനോട് ക്ഷുഭിതനായ സാഹചര്യം ഇതിനു മുൻപ് പലതവണ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ആ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ നടപടിയെടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് ഇതിനു മുമ്പും പോയിട്ടുണ്ട് എന്നുള്ളതും ഈ സമയം ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം ആഘോഷിക്കപ്പെടുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ നിരന്തരമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടും അത് വിമർശനം കൊണ്ട് കൂടിയായിരിക്കണം മുഖ്യമന്ത്രി തവണ ക്ഷുഭിതനാകാതെ പിടിച്ചു നിന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോട്ടയത്തെ തലയോലപ്പറമ്പിൽ ഇന്ന് 3 പരിപാടികളാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. അതിൽ തലയോലപ്പറമ്പിൽ നടന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ മൈക്ക് ഒടിഞ്ഞു വീണത്. മൈക്കിന് ചെറിയൊരു പ്രശ്നം അനുഭവപ്പെട്ട സമയം തന്നെ മുഖ്യമന്ത്രി ആ മൈക്കിൽ കയറി പിടിക്കുകയും അത് സ്വയം ശരിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടെയാണ് ഒടിഞ്ഞു വീണത്. ഏതായാലും 5 മിനിറ്റോളം പ്രസംഗം തടസ്സപ്പെട്ടതിന് ശേഷം പുനരാരംഭിക്കുകയായിരുന്നു. ശരി മിഥുൻ, മുഖ്യമന്ത്രി പ്രസംഗിക്കവേ മൈക്ക് ഒടിഞ്ഞു വീണു. കോട്ടയം തലയോലപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് സംഭവം. 5 മിനിറ്റോളം മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടു. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.